ഇപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടിൽ 12,000 രൂപ ശമ്പളം വരുന്നുണ്ട് കാണിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഒരു 5,000 രൂപ എടുത്ത് അടച്ചാ പോരെ? സാർ അത് അക്കൗണ്ടിൽ വരുന്നുണ്ട്. അത് 2012 നഴ്സിംഗ് സംഘടനയും സർക്കാരും കൂടി ഒത്തുതീർപ്പായതാണ്. 8,975 രൂപ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം. ബാക്കി ആനുകൂല്യങ്ങളൊക്കെ കൂടി ചേർത്ത് 12,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരികയും ചെയ്യും. പക്ഷെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് 4,500 രൂപ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അക്കൗണ്ടിൽ 12,000 രൂപ വരികയാണല്ലോ. എന്നാൽ അതിന്ന് പൈസ എടുക്കുമ്പോൾ ആ പൈസ കൊടുക്കണ്ടെന്ന് വെക്കുക. അത് ഇവിടെ കേൾക്കൂല. എടുത്തു കഴിഞ്ഞാൽ അന്ന് എന്നോട് കൊണ്ടേ കൊടുത്തോളൂ. സാറേ, ഈ ജോലി വിട്ട് വിദേശത്തേക്ക് എങ്ങാനും പോവാന്ന് വെച്ചാൽ അതിനും പറ്റില്ല. ബോണ്ട് ഉണ്ടല്ലോ. ബോംബോ എന്താണ്? ഗൾഫിൽ പോണ പരിപാടി നടക്കില്ല. അതിന് എന്റെ സമ്മതം കിട്ടില്ല. ഞാൻ കൊടുക്കില്ല സമ്മതം. വേറൊരു രാജ്യത്ത് പോയിട്ട് എന്റെ കുട്ടി അടിമപ്പണി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സാറേ, അതല്ല. പകുതിക്ക് അവിടുന്ന് നമ്മൾ ജോലി ഇട്ടിട്ട് പോന്ന അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല. ഇനിയിപ്പോ അതിനെതിരെ ചോദ്യം ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ ചോദിച്ച 2 പേരെ അവിടുന്ന് പിരിച്ചുവിട്ടു. എന്റെ 2 കൂട്ടുകാരികൾ. അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കാമോ? ഇത് പറയുമോ? അങ്ങനെ പിരിച്ചുവിട്ടാ പിന്നെ വേറെ എവിടെയും നമുക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല സാറേ. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കണത്. അവരൊക്കെ പാടെ കൂടി ചങ്ങലേണേ. അല്ല, ഇതിലിപ്പോ ഒരു കാര്യം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും 1,00,000 റുപ്യ ഒന്ന് സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ട് നടക്കും. ഞാൻ വിചാരിച്ച നടക്കില്ല. ഞാൻ വിചാരിച്ച 1,00,000 റുപ്യ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 1,00,000 റുപ്യ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മാസവും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉരുട്ടാൻ നോക്കാം. സാറേ, ഒരു ഗതിയും പരഗതി ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ സാറിന്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനെ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ട സത്യജീവൻ. അല്ല, ഇതതുപോലെയല്ല. സാറിനോടൊരു കാര്യം പറയാണ്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഈ ഒരു ലോണ് ഇങ്ങോട്ട് എഴുതി തള്ളാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയെങ്കിലും വേറൊരു വഴിയില്ലേറ്റാണ് 1,00,000 റുപ്യ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ട് നടക്കാൻ നോക്കി. ബാക്കി നമുക്ക് ഒരു 5 മാസം കൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാം. ഞങ്ങൾ ഇതൊന്ന് ആലോചിക്കട്ടെ സാറേ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഒരു മിനിറ്റ് സാറേ, നമ്മുടെ ഈ ബാങ്കിൽ നിന്ന് 2 വീലറിന് ലോൺ കിട്ടുമോ? 2 വീലറിന് ലോണ്? ഈ ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാണ്ട് അത് എഴുതി തള്ളൂ എന്ന് ചോദിച്ച ആളാണ് നിങ്ങൾ. നിങ്ങളൊന്ന് പോയി മനുഷ്യനെ മണിക്കടിക്കേണ്ട ചെല്ലി. നിങ്ങൾ മനുഷ്യനെ മണിക്കടിക്കേണ്ട ചെല്ലിയാണ്. അളിയല്ലേ, അളിയൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അളിയൻ കൊടുത്തോളൂ. അതിനെ പറ്റിയിട്ട് സാറ് വിഷമിക്കണ്ട. അത് നിങ്ങൾ അളിയനും നിങ്ങൾ കൂടി തീരുമാനിച്ചിട്ട് വരി കേട്ടോ. അപ്പോൾ അത് കൂടെ ചെയ്തു തരണം സാറ്. നിങ്ങളൊന്ന് ചെല്ലി മാസം നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് പോയിക്കോളി. പറഞ്ഞ കേക്കി. വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളമൊന്നുമില്ല ഇവിടെ. അവിടെ പുറത്തെ ടാങ്കിലുണ്ടാവും വെള്ളം. പടച്ച റബ്ബേ, ഇങ്ങനെയുണ്ട് തന്താര്.